ഹായ് ഫ്രണ്ട്സ്, ആഞ്ജലിയുടെ അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഒരു കുഞ്ഞനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വ്യാവസായിക വിപ്ലവങ്ങൾ. ഇന്ത്യയിൽ നടന്നിട്ടുള്ള വ്യാവസായിക വിപ്ലവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ബ്ലൂ റവല്യൂഷൻ, റൗണ്ട് റവല്യൂഷൻ, പിങ്ക് റവല്യൂഷൻ, റെഡ് റവല്യൂഷൻ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ടല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. പിന്നെ ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി. ഇതിന്റെ PDF നോട്ട്സ് ഞാൻ അവിടെ അയച്ചു തരാം. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. ബ്ലൂ റവല്യൂഷൻ, നീല വിപ്ലവം. ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യവുമായി ബന്ധപ്പെട്ടത് എന്ന് ഓർത്തോളൂ. നീലക്കടലിൽ നിന്നല്ലേ മത്സ്യത്തെ പിടിക്കുന്നത്. നീലക്കടലിൽ ധാരാളമുള്ളത് മത്സ്യമാണ്. അപ്പൊ ബ്ലൂ എന്നാൽ നീലക്കടൽ എന്ന് ഓർത്തോളൂ. മത്സ്യം അങ്ങനെ കണക്ട് ചെയ്യാലോ. ഫാദർ ഓഫ് ബ്ലൂ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് അരുൺ കൃഷ്ണനാണ്. കൃഷ്ണൻ നീലക്കടലിൽ നിന്നും മീൻ പിടിച്ചു എന്ന് ഓർത്തോളൂ. എങ്കിൽ റൗണ്ട് റവല്യൂഷൻ പൊട്ടാറ്റോയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഉരുളക്കിഴങ്ങ്, ഉരുള എന്നാൽ ഉരുണ്ടതാണല്ലേ. അതെ, റൗണ്ട് റവല്യൂഷൻ ഉരുള, പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ റെഡ് റവല്യൂഷൻ മീറ്റ്, ടൊമാറ്റോ. റെഡ് മീറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബീഫൊക്കെ റെഡ് മീറ്റ് ആണല്ലേ, അങ്ങനെ ഓർത്തോളൂ. റെഡ് മീറ്റും ഉണ്ട്, വൈറ്റ് മീറ്റും ഉണ്ട്. അപ്പൊ റെഡ് എന്നാൽ റെഡ് മീറ്റ് എന്ന് ഓർത്തോളൂ. എങ്കിൽ വെജിറ്റബിൾസിൽ റെഡ് കളറുള്ള വെജിറ്റബിൾ ഏതാണ്? ടൊമാറ്റോ. റെഡ് മാറ്റ് എന്നും ഓർത്തോളൂ. റെഡ് മാറ്റ്, ടൊമാറ്റോ, റെഡ് മീറ്റ്, മാറ്റും മീറ്റും അങ്ങനെ കണക്ട് ചെയ്യാലോ. റെഡ് ആണ്. എങ്കിൽ പിങ്ക് റവല്യൂഷൻ പിയിൽ തന്നെ തുടങ്ങുന്ന പ്രോണ്, പിയിൽ തന്നെ തുടങ്ങുന്ന ഫാർമസ്യൂട്ടിക്കൽസ്, പിന്നെ പിങ്ക് കളറിലുള്ള വെജിറ്റബിൾസ് ഓണിയൻ. ഈ പ്രോൺസിനൊക്കെ വന്നിട്ട് പിങ്ക് കളറാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രോൺസിന് പിങ്ക് കളറാണ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ഈ സിറപ്പൊക്കെ അല്ലേ, അത് പിങ്ക് കളറിലുള്ള സിറപ്പ് ഉണ്ടല്ലേ, അങ്ങനെയും കണക്ട് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസിലാണെന്നുണ്ടെങ്കിൽ പിങ്ക് കളറിലുള്ളത് ഒണിയൻ. റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡിൽ വരുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് റെഡ് കളറിലുള്ളത് ടൊമാറ്റോ, പിന്നെ റെഡ് മീറ്റ്. അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പിങ്ക് വരുമ്പോൾ പി തുടങ്ങുന്ന 2 പേര് പ്രോണ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, പിന്നെ പിങ്ക് കളറിലുള്ള വെജിറ്റബിൾസ് ഒണിയൻ. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ബ്രൗൺ ആണ്. ബ്രൗൺ റവല്യൂഷൻ കൊക്കോ, ലെതർ. ബ്രൗൺ ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്നത് കൊക്കൈൻ ആണല്ലേ, കൊക്കൈൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ. അതേപോലത്തെ പേരല്ലേ കൊക്കോ, ബ്രൗൺ ഷുഗർ, കൊക്കോ എന്ന് ഓർത്തോളൂ. എങ്കിൽ ലെതറും ബ്രൗൺ ആണ്. പുലിമുരുകളില് പുലിയെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ലാലേട്ട കയ്യില് ബ്രൗൺ കളറിലുള്ള ലെതറല്ലേ കെട്ടിയിരിക്കുന്നത്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോ ലെതറും ബ്രൗൺ ആണ്. പിന്നെ കൊക്കോ, ബ്രൗൺ ഷുഗർ എന്നും ഓർത്തോളൂ. എങ്കിൽ സിൽവർ എന്നാൽ എഗ് ആണ്. സിൽവർ റവല്യൂഷൻ എഗ്ഗുമായി ബന്ധപ്പെട്ടതാണ്. പൊന്മുട്ടയിടുന്ന താറാവ് എന്നല്ലേ പണ്ടുള്ള കാലത്ത് പറയുന്നത്. ഇത് സിൽവർ മുട്ടയിടുന്ന താറാവ്, വെള്ളി മുട്ടയിടുന്ന താറാവ്. അപ്പോ വെള്ളി എന്നാൽ മുട്ട, സിൽവർ റവല്യൂഷൻ എഗ് ആണ്. എങ്കിൽ ഗോൾഡൻ ഫൈബർ, സിൽവർ ഫൈബർ ഇങ്ങനെ ഓർത്തോളൂ. ഗോൾഡൻ ഫൈബർ എന്നാൽ നാരാണ്. ഗോൾഡൻ ഫൈബർ കൊണ്ട് ഒരു സ്യൂട്ടും സിൽവർ ഫൈബർ കൊണ്ട് ഒരു കോട്ടും ഉണ്ടാക്കി. സ്യൂട്ട് അല്ല, അത് ജൂട്ടാണ്, ചണമാണ്. എങ്കിൽ സിൽവർ ഫൈബർ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ യെല്ലോ റവല്യൂഷൻ ഓയിൽ സീഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഓർത്തോളൂ. നമ്മുടെ പാം ഓയിലൊക്കെ ഓർത്താൽ മതി. പാം ഓയില് മഞ്ഞ കളറാണ്. അപ്പൊ പാം ഓയിലിന്റെ സീഡ് എന്ന് വെച്ച് കണക്ട് ചെയ്തോളൂ. പാം ഓയിലിന്റെ കളർ മഞ്ഞയാണ്. അപ്പൊ യെല്ലോ റവല്യൂഷൻ ഓയിൽ സീഡ്. സാം പിത്രോഡയാണ് ഫാദർ ഓഫ് യെല്ലോ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നതെന്നും ഓർത്തോളൂ. സാം എന്ന് പറയുന്ന പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം റോഡിലെല്ലാം കൊണ്ടുവന്ന് ഓയിൽ സീഡ് കുഴിച്ചിട്ട് മുളപ്പിച്ചു എന്ന് ഓർത്തോളൂ. റോഡിലാണ് ഓയിൽ സീഡ് അദ്ദേഹം കുഴിച്ചിട്ടത്, അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ വൈറ്റ് റവല്യൂഷൻ മിൽക്കിന്റെ പ്രോഡക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വർഗീസ് കുര്യനാണ് ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. അപ്പൊ വൈറ്റ് റവല്യൂഷൻ മിൽക്കിന്റെ പ്രോഡക്റ്റുമായിട്ടാണ്. വെളുത്ത പാലിൽ ഗീ ഉണ്ടാക്കി എന്ന് ഓർത്തോളൂ. പാല് വെള്ള കളറല്ലേ, യെസ്, വൈറ്റ് റവല്യൂഷൻ. അപ്പൊ വെളുത്ത പാല് എന്നാൽ മിൽക്കാണ്. ഗീ ഉണ്ടാക്കി എന്നാണ്. ഗീ എന്നാൽ വർഗീസ്. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. എങ്കിൽ ഗോൾഡൻ റവല്യൂഷൻ ഹണി, ഹോർട്ടിക്കൾച്ചർ എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് ഗോൾഡ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർ നിങ്ങൾ എന്ത് വിളിക്കും? ഹായ് ഹണി എന്ന് വിളിക്കും എന്ന് ഓർത്തോളൂ. യെസ്, അപ്പൊ ഗോൾഡൻ റവല്യൂഷൻ ഹണിയാണ്. എങ്കിൽ ഹോർട്ടിക്കൾച്ചർ എന്ത് എന്നാൽ നമ്മുടെ തോട്ട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പഴങ്ങള്, അലങ്കാര സസ്യങ്ങള്, അങ്ങനെ തോട്ടത്തിലൊക്കെ വിരിയിക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഓർത്തോളൂ? ഗോൾഡൻ പഴം എന്നും ഓർത്തോളൂ. ഗോൾഡൻ പഴം, യെസ്, പഴം എന്നാൽ
ഹോർട്ടിക്കൾച്ചർ, പിന്നെ ഗോൾഡ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട്ണർ ഹായ് ഹണി എന്നും പറയും എന്ന്. ഗ്രീൻ റവല്യൂഷൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിപ്ലവമാണ് ഗ്രീൻ റവല്യൂഷൻ. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചിട്ട് നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഗ്രീൻ റവല്യൂഷൻ ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് വന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ക്ലാസ് കണ്ടോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗോതമ്പും നെല്ലും ആണ്. അപ്പൊ ഈ സ്വാമിയാണ് പാഠം മുഴുവൻ അങ്ങനെ പച്ച കളറിൽ കാണാൻ കാരണക്കാരനായ സ്വാമി. അതാണ് പച്ച സ്വാമി. ഗ്രീൻ റവല്യൂഷൻ MS സ്വാമിനാഥൻ. അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ഗ്രേ റവല്യൂഷൻ ഫെർട്ടിലൈസർ ആണ്. ചാണകമൊക്കെ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കും അല്ലേ? ചാണകം ഉണങ്ങിയതിനു ശേഷം ഗ്രേ കളർ ആയതിനു ശേഷമാണ് ചാണകത്തിന് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഗ്രേ എന്നാൽ ഫെർട്ടിലൈസർ, വളങ്ങൾ എന്ന് ഓർത്തോളൂ. ചാണകത്തിന്റെ എക്സാമ്പിൾ വെച്ച് ഓർത്താൽ മതി. അപ്പൊ ഗ്രേ റവല്യൂഷൻ ഫെർട്ടിലൈസർ ആണ്. എങ്കിൽ ബ്ലാക്ക് റവല്യൂഷൻ പെട്രോളിയം ആണ്. കറുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത് പെട്രോളിയം അല്ലേ? അപ്പോ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ബ്ലാക്ക് റവല്യൂഷൻ പെട്രോളിയം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഒരു കുഞ്ഞു ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ രീതിയിലൊക്കെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് മിസ്സാകത്തില്ല. അപ്പൊ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തോളൂ. അവിടെ ഞങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെയും ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.